നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ വിമർശനം ഘടിപ്പിച്ച് CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഡീൽ സംശയിക്കുന്നുവെന്ന് MP ഗോവിന്ദൻ. രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ പോസിറ്റീവായി എടുക്കണമെന്നും പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ പരാതിയുമായി BJP. VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. ദേവസ്വം നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിൽ വലിയ പെരുന്നാൾ ആഘോഷം വ്യാഴാഴ്ച. കാലവർഷം ചൊവ്വാഴ്ച കേരള തീരത്തെത്തും. ജില്ലയിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിശദാംശങ്ങളിലേക്ക്. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞായറാഴ്ച തന്നെ ചുമതലയേറ്റത്. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ CPM വിമർശനം ഘടിപ്പിച്ചു. ബംഗാളിലേതിന് സമാനമാണ് നിയമനമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസുമായി ഡീൽ സംശയിക്കുന്നതായും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞുള്ള തീരുമാനമാണിത്. ന്യായീകരിക്കാനോ എതിർക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നും MP ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തെ വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. രാജ്യത്ത് ഇപ്പോൾ പ്രകടമാകുന്നത് സർക്കാരിന് കണ്ണു തുറപ്പിക്കേണ്ട യുവജന രോഷമാണ്. ഇത്തരം പ്രതിഷേധങ്ങളെയും ആശയങ്ങളെയും പോസിറ്റീവായി എടുത്ത് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള അടിയന്തര വിഷയങ്ങൾ പരിഹരിക്കുവാനാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. അതിനെയെല്ലാം അടിച്ചമർത്തുവാനാണ് കേന്ദ്രം ഭരിക്കുന്നവരുടെ ഭാവമെങ്കിൽ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം ഓരോ ദിവസം കഴിയുന്നതും താങ്ങാവുന്ന അപ്പുറത്തേക്കാണ് പോകുന്നത്. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്? അതല്ലേ നടക്കേണ്ടതും. അപ്പൊ അതിന് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അത് ശുദ്ധമായിട്ടുള്ള അസംബന്ധം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്ന നിൽപ്പ് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പരാമർശം കൂടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങള് ജനങ്ങളെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പൊ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ എന്ത് നടപടിയാണ് ഇവർ എടുത്തിരിക്കുന്നത്? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എല്ലാ MSMEയും തകർക്കുക, എല്ലാ തൊഴിലവസരങ്ങളെയും ഇല്ലാതാക്കുക, അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ ഉണ്ടാക്കി എങ്ങനെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാണ് വേണ്ടത് ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ്. അതായത് സപ്രസ് ചെയ്യാൻ വേണ്ടി നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിക്കുക അല്ല വേണ്ടത്. വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് വളരെ വളരെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോഴും ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് നമ്മുടെ പ്രധാനമന്ത്രി. വെറും നാടകങ്ങളിലുമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ഇറങ്ങേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ല. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ VD സതീശൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനത്തിന് ശേഷം വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം നടത്തി. ആഘോഷങ്ങളോ സുരക്ഷാ വലയങ്ങളോ ഇല്ലാതെ സാധാരണക്കാരനായാണ് മുഖ്യമന്ത്രി ക്ഷേത്രനടയിൽ തിങ്ങി നിറഞ്ഞ ഭക്തർക്കിടയിലേക്ക് എത്തിയത്. രാവിലെ 6:40 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ ശേഷം തെക്കേ നടപ്പുരയിലൂടെ നടന്നാണ് കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ എത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്നായിരുന്നു ക്ഷേത്ര ദർശനം. സോപാനത്തിന് മുൻപിൽ വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്ന് പ്രസാദം വാങ്ങിയ ശേഷം വെണ്ണ കൊണ്ടും ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാര വഴിപാട് നടത്തി.
71 കിലോഗ്രാം ദ്രവ്യങ്ങളാണ് ഇതിനായി വേണ്ടി വന്നത്. തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത് പുറത്തിറങ്ങിയ അദ്ദേഹം ഓഫീസ് കാര്യാലയ ഗണപതിക്ക് നാളികേരവും ഉടച്ചു. അവധി ദിവസമായതിനാൽ VIP ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നതിനെ തുടർന്ന് സാധാരണ ഭക്തരെ പോലെ നെയ്വിളക്ക് ചീട്ടാക്കിയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ ദർശനം ശീലമാക്കിയ ഭക്തൻ കൂടിയാണ് VD സതീശൻ. എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് മുഖ്യമന്ത്രിയെ വരവേറ്റത്. തനിക്കരികിലേക്ക് എത്തിയവർക്ക് ഹസ്തദാനം നൽകിയും ചേർത്ത് നിർത്തി കുശലം പറഞ്ഞും സെൽഫികൾക്ക് പോസ്റ്റ് ചെയ്തും തികച്ചും ജനകീയനായ ഭരണാധികാരിയുടെ ഭാവത്തിലായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. K കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. TCV ന്യൂസ്, ഗുരുവായൂർ. മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJPയുടെ പരാതി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയത്. ഞായറാഴ്ച ദിവസങ്ങളിലെ VIP ദർശനത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച സമയക്രമം പാലിച്ചില്ലെന്നാണ് പരാതി. മുഖ്യമന്ത്രിയുടെ അനുയായികൾ ക്ഷേത്രത്തിന് ചുറ്റും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും വീഡിയോ എടുത്തതായും പരാതിയിൽ പറയുന്നു. ഇവർക്കെതിരെ ദേവസ്വം നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് B ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം കമ്മീഷണർ M മനോജ് കുമാർ, ക്ഷേത്ര മാനേജർ VN ഹരിഹര ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് മീനൂട്ട്, കദളിക്കുല, 101 വെടിവഴിപാട്, വെള്ളിക്കുടത്തിൽ നെയ്യ് സമർപ്പണം തുടങ്ങിയ വഴിപാടുകളും നടത്തിയാണ് മടങ്ങിയത്. ചന്ദ്രാപിന്നി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷജിൽ VD സതീശന് വേണ്ടി ശയന പ്രദക്ഷിണം നടത്തി. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി. 27-നായിരുന്നു നേരത്തെ അവധി നിശ്ചയിച്ചിരുന്നത്. മാസപ്പിറവി കാണാത്തതിനെ തുടർന്ന് കേരളത്തിൽ 28-ാം തീയതിയാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുക. അതുകൊണ്ട് 27-നും 28-നും പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും സൗകര്യം മുൻനിർത്തിയാണ് തീരുമാനം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. പാലക്കാട്, വയനാട് ജില്ലകളിൽ ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു. തിങ്കളാഴ്ച തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം കാലവർഷം ചൊവ്വാഴ്ച കേരള തീരത്ത് എത്തുമെന്നാണ് സൂചന. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover a love right go there. La Crème de la Fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കീ OTT
32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. തിരികെ വാർത്തകളിലേക്ക്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. മരക്കൊമ്പ് കാറിന്റെ ചില്ല് തകർത്ത് വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ തറച്ചുകയറി. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൂണ്ടൽ പാലത്തിന് സമീപം റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് കണ്ടെയ്നർ ലോറി തട്ടി പൊട്ടി നിന്നിരുന്നു. ഇതാണ് കാറിന്റെ ചില്ലിന് മുകളിലേക്ക് പതിച്ചത്. തൃശൂരിൽ നിന്നും കാണിപ്പയ്യൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഊബർ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം 3 വെടിയിൽ തെരുവ് നായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റോപ്പിലാണ് ആദ്യം നായ ആളുകളെ ആക്രമിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിനി ലീന, മകൻ ഇമാനുവൽ, പാലക്കാട് സ്വദേശി രാജേഷ് എന്നിവർക്ക് കടിയേറ്റു. ഇതിനുശേഷം ടൗണിലൂടെ വടക്ക് ഭാഗത്തേക്ക് ഓടിയ നായ അറവുശാല സെന്ററിൽ വെച്ച് കയ്പമംഗലം സ്വദേശിയായ വിഷ്ണുവിനെയും ആക്രമിച്ചു. പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന MDMAയും കഞ്ചാവുമായി ഓട്ടോറിക്ഷ ഡ്രൈവറും വധശ്രമ കേസ് പ്രതിയും പിടിയിൽ. കുട്ടനല്ലൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീജിത്ത്, ആനന്ദപുരം സ്വദേശി കുപ്ലിക്കാടൻ വീട്ടിൽ ആഷിഖ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്ത് ജോലിയുടെ മറവിലാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തി വന്നിരുന്നത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ല വകുപ്പ് കൂടി ചേർത്ത് കേസെടുത്തു. കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ച 1,30,000 രൂപ സഹിതമാണ് ആഷിഖ് പിടിയിലായത്. ഇത്തവണത്തെ അവധിക്കാലത്തിന്റെ അവസാന ഞായറാഴ്ച അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ കനത്ത തിരക്ക്. ശനി, ഞായർ ദിവസങ്ങളിലായി അതിരപ്പള്ളിയിൽ 18,000-ഓളം ആളുകൾ സന്ദർശകരായി എത്തി. 9 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വരുമാനം ലഭിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത് റെക്കോർഡ് കളക്ഷനാണ്. ഞായറാഴ്ച രാവിലെ മുതൽ വെള്ളച്ചാട്ടം കാണാൻ ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ചെറിയ മഴയും കൂടിയായപ്പോൾ അവധിക്കാല ആഘോഷത്തിന് പൊലിമ കൂടി. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് താഴ്വാരം ഗാർഡനിൽ കിഴക്കുമുറി വീട്ടിൽ സുരേഷിന്റെ മകൻ 23 വയസ്സുള്ള അശ്വിനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തെക്കുംപാടം സ്വദേശി അനന്തുവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുടിക്കോട് മേൽപ്പാലം ഇറങ്ങുമ്പോൾ നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അശ്വിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. വാടവരമ്പ് സ്വദേശി തലമപ്പറമ്പിൽ വീട്ടിൽ സക്കീറാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കയ്പമംഗലം 3 പീടിക ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. 3 പീടിക ടൗണിന് കിഴക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഐസ് പ്ലാന്റിൽ നിന്നാണ് അമോണിയം ചോർന്നത്. പ്ലാന്റിലെ അമോണിയം ടാങ്കിന്റെ വാൽവ് തകരാറിലായതിനെ തുടർന്നാണ് ചോർച്ചയുണ്ടായത്. സംഭവം അറിഞ്ഞ് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി. ബാലസൗഹൃദ കേരളം സൗരക്ഷിക വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സൗരക്ഷിക സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് M. ശശിശങ്കർ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജി MR ഹരിഹരൻ നായർ, ഡോക്ടർ G. സന്തോഷ് കുമാർ, R. പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ആം റെസ്ലിംഗ് ഇന്ത്യ സംഘടിപ്പിച്ച സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരം തൃശൂരിൽ K. രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ജോസ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ അസീസ്, KM രഞ്ജിത്ത്, ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മധ്യകേരളത്തിലെ പ്രമുഖ കണ്ണാശുപത്രിയായ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നവീകരിച്ച മയോപ്പിയ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും അധ്യാപകർക്കായി പ്രത്യേക ശില്പശാലയും സംഘടിപ്പിച്ചു. തൃശൂർ അയ്യന്തോൾ ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപകർക്കായി മയോപ്പിയ അവബോധവും വിദ്യാർത്ഥികളിലെ പ്രാരംഭ നേത്രപരിചരണത്തിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളിലെ മയോപ്പിയയും കാഴ്ച പ്രശ്നങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ ഡോക്ടർ റാണി മേനോൻ നയിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുട്ടികളുടെ കാഴ്ചശക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു. വിദ്യാർത്ഥികളിലെ കാഴ്ച പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അധ്യാപകർക്ക് നൽകി. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന നേത്ര
ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളിലും അധ്യാപകരിലും കൂടുതൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ശില്പശാലയിൽ പങ്കെടുത്ത അധ്യാപകർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നവീകരിച്ച മയോപ്പിയ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനവും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, ഡയറക്ടർ അഡ്വക്കേറ്റ് പാർവതി മേനോൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജനറൽ മാനേജർ എ അജിത് കുമാർ, മാനേജർ മനീത സുജിത്, കോർഡിനേറ്റർ ചിഞ്ചു സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. DCV ന്യൂസ്, തൃശൂർ. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കുമ്മാട്ടി ഭാഗത്ത് പാലം തകർന്നു. കാലപ്പഴക്കം മൂലമാണ് പാലം തകർന്നത്. മാസങ്ങളായി സമീപത്തെ താൽക്കാലിക റോഡിലൂടെയായിരുന്നു ഗതാഗതം. ആളൂരിൽ ആരോഗ്യ വിഭാഗവും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിരോധിത വിദേശ നിർമ്മിത പുകയില ഉൽപ്പന്നങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി. ആളൂർ കനാൽ പാലത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ സൂപ്പർ മാർക്കറ്റിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. ഇവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ആളൂർ SI മനോബി ചെറിയാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തുടർന്നുള്ള ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂരിൽ കവി തിലകൻ പണ്ഡിറ്റ് കറുപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു. K. രാജൻ MLA സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രമ്യ പവനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, UT പ്രേംനാഥ്, NH സാംസൺ, CS ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ ചേരവാൻ മൈതാനിയിലെ കുളം സംരക്ഷിച്ച് നാട്ടുകാരുടെ കൂട്ടായ്മ. മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക വായനശാലയ്ക്ക് സമീപമുള്ള വേനലിലും വെള്ളം വറ്റാത്ത ഏകദേശം 55 സെന്റ് വിസ്തീർണം വരുന്ന ഈ കുളവും അതിനോട് ചേർന്നുള്ള മൈതാനവും തിരുവഞ്ചിക്കുളം ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും സംരക്ഷണ ചുമതല നാട്ടുകാരായ ഏതാനും പേരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ വർഷവും കുളം വൃത്തിയാക്കുക പതിവാണ്. 2003 മുതൽ ഇവിടെ കുളിക്കാനെത്താറുള്ള ഒരു സംഘം ചെറുപ്പക്കാരാണ് കുളത്തെ സംരക്ഷിച്ചു പോരുന്നത്. ഇക്കുറിയും പതിവ് തെറ്റാതെ മഴക്കാലത്തിന് മുൻപേ കുളം വൃത്തിയാക്കി കഴിഞ്ഞു. 40,000 രൂപയോളം ചെലവഴിച്ച് ഇക്കുറി കുളത്തിന് പടവ് നിർമ്മിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ 30 വർഷം പകുതി കെട്ടി, അപ്പൊ വെള്ളം വന്നു. ഇപ്പൊ ബാക്കിയുള്ള ഭാഗം ഇത്തവണ കെട്ടിയാണ്. അതിന് 10-30 രൂപയോളം മൊത്തം ചെലവാണ്. കുളം ശുദ്ധീകരിച്ചതും സൈഡ് ബില്ല് എത്തും ഇതാ കൂടി. അപ്പൊ നാട്ടുകാരെ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറെ പേര് എടുത്ത് കുളത്തിൽ സ്ഥിരം വരുന്ന ആൾക്കാർ, അതുകൂടാതെ ഇവിടുത്തെ നാട്ടുകാർ സഹകരിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് പോകുന്ന ഒരു കുളമാണത്. കാരണം ശുചീകരണം എല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ കുളിക്കുന്ന ആളുകളും പിന്നെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ക്ലോറിനേഷൻ ചെയ്യാറുണ്ട്. ഈ സൈഡിൽ വരുന്ന പുല്ലുകളെല്ലാം നമ്മൾ ക്ലീനാക്കും. പിന്നെ വെള്ളം അനങ്ങാതെ കിടക്കുമ്പോഴാണ് ഈ ചീത്താവുന്നത്. ഇപ്പോൾ പൂപ്പിൽ പിടിക്കുമ്പോൾ അത് ആദ്യം തന്നെ കുളത്തിൽ ഇറങ്ങുമ്പോൾ പായൽ മാറ്റി കളഞ്ഞിട്ടാണ് കുളിക്കൽ. അപ്പോൾ അതൊരു അരമണിക്കൂർ അങ്ങനെ കഴിഞ്ഞു പോകും. ഇവരുടെ നിരന്തരമായ ശ്രമം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. എറിയാടിന് പുറമെ അഴീക്കോട്, മേത്തല, ലോകമലേശ്വരം, എടവിലങ്ങ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ കുളിക്കാനെത്താറുണ്ട്. അവധിക്കാലമായതിനാൽ ഇപ്പോൾ ധാരാളം കുട്ടികളും വരുന്നുണ്ട്. തങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന കുളം സംരക്ഷിച്ചു പോരുന്ന ഇവിടത്തെ ചെറുപ്പക്കാർ എന്തിനുമേതിനും പൊതു സംവിധാനത്തിന്റെ സഹായം കാത്തിരിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ജനീഷ് കുമാർ, സുനിൽ കുമാർ, വിനോദ്, റഹീം, സുധി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ്
കുളം സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത മണത്തലയിൽ സർവീസ് റോഡിലെ വൻ ഗർത്തങ്ങൾ ഇരുചക്രവാഹന യാത്രികർക്ക് ഭീഷണിയാകുന്നു. ജമാഅത്ത് പള്ളിക്ക് വടക്ക് സർവീസ് റോഡിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴ കനത്തതോടെ കുഴികൾ വെള്ളത്തിൽ മുങ്ങി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ദേശീയപാത കരാർ കമ്പനി അധികൃതരോട് നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ കനത്താൽ വീടുകളിൽ ചെളിവെള്ളം നിറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വളരെ ചെറിയൊരു മഴയാണ് ഇന്ന് പെയ്തിട്ടുള്ളത്. രൂക്ഷമായ മഴ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു മഴയുടെ വെള്ളക്കെട്ടിൽ ആണ് ഇത്രയും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ 2 ദിവസമായിട്ട് അനേകം ബൈക്കുകൾ, പ്രത്യേകിച്ച് ഫാമിലി, ഇപ്പൊ പകലാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ വിഷ്വലാണ്. രാത്രിയിൽ കാണാതെ കുഴിയിൽ വീണിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. മാത്രമല്ല, ഒരു ചെറിയ മഴക്ക് പോലും ഈ പ്രദേശത്ത് മൊത്തം വെള്ളം കയറിയിട്ട് വീടിന്റെ ഉള്ളിലേക്കെല്ലാം വെള്ളം എടുത്ത ഒരു അവസ്ഥയുള്ളത്. ഇത് അധികൃതരുടെ അനാസ്ഥയാണോ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാവണോ എന്നുള്ളൊരു നാട്ടുകാരനെന്നുള്ള നിലയ്ക്ക് ഒരു അഭ്യർത്ഥന ഉണ്ട്. MB ലതിക രചിച്ച എഡിറ്റർക്ക് ക്ഷമാപണത്തോടെ എന്ന കവിതാ സമാഹാരം പ്രൊഫസർ NR ഗ്രാമപ്രകാശ് പ്രകാശനം ചെയ്തു. തൃപ്രയാറിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ P സരസ്വതി പുസ്തകം ഏറ്റുവാങ്ങി. ബിന്ദുദാസ് അധ്യക്ഷയായി. സലാം കക്കേരി, CS ബിനുജ, K രാധാകൃഷ്ണൻ, EA അനാമി തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിലെ പ്രധാന റോഡുകൾ ശുചീകരിച്ച് ചാലക്കുടി നഗരസഭ സ്ലാബുകൾ മാറ്റി ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചളിയും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും നീക്കം ചെയ്തു. നഗരത്തിലെ പ്രധാനപ്പെട്ട പള്ളിത്തോടിന്റെ ശുചീകരണം പൂർത്തീകരിച്ചു. പാടശേഖരങ്ങളിലെ തോടുകളുടെ ശുചീകരണം അവസാന ഘട്ടത്തിലാണെന്ന് ചെയർപേഴ്സൺ ആലിസ് ഷിബു പറഞ്ഞു. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസം മുതൽ നമ്മൾ ആരംഭിച്ചു. ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നിവിടെ സൗത്ത് ജംഗ്ഷനും അതേപോലെ തന്നെ മേൽപ്പാലത്തിൻ്റെ താഴെയും ഇവിടെ സൗത്തിലെ തിരുമുൽപ്പാട് റോഡിലെ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഒരു മാസ് ക്ലീനിങ് ആണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇനി നാളെ തിങ്കളാഴ്ച മുതൽ പറയന്തോടിൻ്റെ ഒരു ജങ്കാർ ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ പറയന്തോടിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ചാവക്കാട് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P യതീന്ദ്രദാസ്, KP രഞ്ജിത് കുമാർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് എന്നിവർ പങ്കെടുത്തു. ഇവർക്കൊപ്പം പോലീസ്, നഗരസഭാ ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. മഴക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. അവിട്ടത്തൂർ സ്വദേശിനി അംബിക ഗോപിയാണ് സുമനസ്സുകളുടെ കരുണ തേടുന്നത്. കഴിഞ്ഞ പോളിംഗ് ദിനത്തിൽ വോട്ട് ചെയ്തു മടങ്ങവേ ആളൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ അംബികയുടെ ഭർത്താവ് ഗോപി തൽക്ഷണം മരിച്ചിരുന്നു. അംബിക 1.5 മാസത്തോളമായി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ കിടപ്പാടമോ ഇവർക്കില്ല. കടം വാങ്ങിയും ബന്ധുക്കളുടെ സഹായത്താലും ചികിത്സയ്ക്കായി ഇതിനകം ലക്ഷങ്ങൾ ചെലവഴിച്ചു. ഇനിയും ആശുപത്രിയിൽ 5 ലക്ഷത്തിലേറെ തുക അടയ്ക്കുവാനുണ്ട്. തുടർന്നു വരുന്ന ശസ്ത്രക്രിയകൾക്കും മറ്റു ചികിത്സയ്ക്കായും പ്രതീക്ഷിക്കുന്ന ചിലവ് 15 ലക്ഷത്തിലധികം രൂപയാണ്. ജീവൻ രക്ഷിക്കുവാൻ സാമൂഹ്യ പ്രവർത്തകനായ ജോളിയുടെ നേതൃത്വത്തിൽ വേളൂക്കര പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ വിദ്യാ നെഹ്റു ചെയർപേഴ്സണായും PP രാധാകൃഷ്ണൻ കൺവീനറായും പൗരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയും കിടപ്പാടവുമില്ലാത്ത അംബികയുടെ മക്കൾ അവിട്ടത്തൂരിലുള്ള ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത്. ചികിത്സാ സഹായം നൽകാൻ സുമനസ്സുള്ളവർ 01590500001823 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇനി വാണിജ്യം. ZR-V, ഓൾ ന്യൂ സിറ്റി എന്നീ 2 പുതിയ പതിപ്പുകൾ കൂടി പുറത്തിറക്കി ഹോണ്ട. ന്യൂ സിറ്റിയുടെ ലോഞ്ചിങ് തൃശൂർ വിയൂർ ജോൺസ് ഹോണ്ട കാഴ്സിൽ നടന്നു.
തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KJ വിപിൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷാരോൺ എന്നിവർ ചേർന്ന് ന്യൂ ഹോണ്ട സിറ്റിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ജോൺസ് ഹോണ്ട സെയിൽസ് മാനേജർ അമൽ മഹേന്ദ്രൻ, സർവീസ് മാനേജർ പ്രിൻസൺ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. എക്സ്റ്റീരിയർ സ്റ്റൈൽ, ന്യൂ 2D ലോഗോ ഉൾപ്പെടെ 7 വലിയ പുതുമകളോടെയാണ് ഹോണ്ട സിറ്റി പുറത്തിറക്കിയിരിക്കുന്നത്. ഹോണ്ടയുടെ തന്നെ ഗ്ലോബൽ സ്പോർട്ടി ഹൈബ്രിഡ് കാറിന്റെ ആമുഖത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട പുതിയ സ്പോർട്ടി ഡിസൈൻ, ഈ സെഗ്മെന്റിലെ ഏറ്റവും നീളം കൂടിയ കാർ, കൂടാതെ ഹോണ്ട സിറ്റിയുടെ വിശ്വസനീയമായ സവിശേഷതകൾക്കൊപ്പം എയ്റോ ബ്ലേഡ് അലോയ് വീലുകൾ, 360 ഡിഗ്രി ക്യാമറ, ഫ്ലോട്ടിംഗ് 10.1 ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഐവറി ലെതർ ഇന്റീരിയർ വിത്ത് ആംബിയന്റ് ലൈറ്റ്, മികച്ച വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് എന്നീ പുതുമകളും ശ്രദ്ധേയമാണ്. ക്രിസ്റ്റൽ ബ്ലാക്ക്, റേഡിയന്റ് റെഡ്, ഒബ്സിഡിയന്റ് ബ്ലൂ, ലൂണാർ സിൽവർ, മെറ്ററോയിഡ് ഗ്രേ, പ്ലാറ്റിനം വൈറ്റ് എന്നീ 6 കളറുകളിൽ ലഭ്യമാകുന്ന ഹോണ്ട സിറ്റി 12,07,900 എന്ന പ്രാരംഭ വിലയിൽ സ്വന്തമാക്കാം. ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ഹോണ്ടയുടെ ഗ്ലോബൽ SUV മോഡലായ ZR-V 51,000 രൂപയ്ക്കും ബുക്ക് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ EMI-യിൽ മറ്റാർക്കും നൽകാനാകാത്ത മികച്ച എക്സ്ചേഞ്ച് പ്രൈസും ടെസ്റ്റ് ഡ്രൈവ് സൗകര്യവും വിയൂർ, കോണത്തുകുന്ന് ജോൺസ് ഹോണ്ട ഷോറൂമുകൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9946511111. കോതച്ചിറ ഗ്രാമത്തെക്കുറിച്ച് M. രാമസുന്ദരൻ രചിച്ച സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ജ്യോതിഷ പണ്ഡിതൻ CV ഗോവിന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി. പാറമേക്കാവ് ക്ഷേത്രം സൂപ്രണ്ട് കുന്നമ്പത്ത് ശ്രീനിവാസൻ പുസ്തക പരിചയം നടത്തി. കലാനിരൂപകൻ ശ്രീനിവത്സൻ തീയാടി, പുസ്തകത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരായ H&C സ്റ്റോഴ്സ് മാനേജർ അജിത് കുമാർ, അഡ്വക്കേറ്റ് P. സന്തോഷ് പൊതുവാൾ, ഗ്രന്ഥകർത്താവ് M. രാമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിലെ കോതച്ചിറ ഗ്രാമത്തിൽ തുടങ്ങിയ ഗ്രന്ഥകാരന്റെ ജീവിതയാത്രയിലെ വഴിത്തിരിവുകളെ കുറിച്ചാണ് സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളും കേരള ജനതയുടെ പൊതുശീലങ്ങളും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ പത്മനാഭൻ തുടങ്ങി അക്കാലത്തെ ഗജവീരന്മാരുടെ വിശേഷങ്ങളും ആനച്ചികിത്സയുടെ വിശദാംശങ്ങളും ജോലിയുടെ ഭാഗമായി സന്ദർശിച്ച വടക്കേ ഇന്ത്യയിലെ ചമ്പൽ ഗ്രാമങ്ങളുടെ നേർചിത്രവും അവിടെ നിന്നുള്ള നേരനുഭവങ്ങളും സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിൽ M. രാമസുന്ദരൻ വിവരിച്ചിട്ടുണ്ട്. H&C സ്റ്റോഴ്സ് ആണ് പുസ്തകത്തിന്റെ വിതരണക്കാർ. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ വിമർശനം ഘടിപ്പിച്ച് CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഡീൽ സംശയിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ പോസിറ്റീവായി എടുക്കണമെന്നും പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ പരാതിയുമായി BJP. VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. ദേവസ്വം നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിൽ വലിയ പെരുന്നാൾ ആഘോഷം വ്യാഴാഴ്ച.
കാലവർഷം ചൊവ്വാഴ്ച കേരള തീരത്തെത്തും. ജില്ലയിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.